അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് വാഹിദ് എന്നത്. ഏകനായവൻ എന്നാണ് അതിന് അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ 22 പ്രാവശ്യം ഈ ഇസ്മ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 19. അല്ലാഹു തആല അവൻ്റെ പരിശുദ്ധ ദാത്തിലും സിഫാത്തുകളിലും അഥവാ വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏകനായവനാണ്. അല്ലാഹു വാഹിദാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു പലതായി അംശയമാവുകയില്ല. പല ഭാഗങ്ങളാകുന്ന രൂപത്തിൽ അല്ല അല്ലാഹു ഉള്ളത്. ഒരു സ്ഥലത്ത് ഇറങ്ങുന്ന രൂപത്തിലും അല്ല അല്ലാഹു ഉള്ളത്. അതാണ് ദാത്തിൽ അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം. സിഫാത്തിൽ അഥവാ വിശേഷണങ്ങളിൽ അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ മറ്റൊന്നിനോടും സാദൃശ്യമാവുകയില്ല. അല്ലാഹു മറ്റൊന്നിനോടും സാദൃശ്യമാവുകയില്ല. മറ്റൊരു വസ്തുവും അല്ലാഹുവിനോടും സാദൃശ്യമാവുകയില്ല. അതുപോലെ അല്ലാഹു പ്രവർത്തനങ്ങളിലും ഏകനാണ്. അല്ലാഹുവിനോട് തുല്യമായ ഒരു വസ്തുവും ഇല്ല. അല്ലാഹുവിന് പങ്കുകാരില്ല. അല്ലാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന ഒരു വസ്തുവും ഇല്ല. അല്ലാഹു എപ്പോഴും ഏകനായ അവസ്ഥയിലാണ് ഉള്ളത്. അല്ലാഹുവിൻ്റെ കൂടെ മറ്റൊരു വസ്തുവും ഇല്ല. ഈ രൂപത്തിലെല്ലാം വാഹിദ് എന്ന ഇസ്മിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനെക്കുറിച്ച് വാഹിദാണ് എന്ന് പറയുന്നത് പോലെ തന്നെ പറയാറുള്ള വാക്കുകളാണ് അള്ളാഹു വിത്റാണ്, അള്ളാഹു ഫർദാണ്. അതിൻ്റെയൊക്കെ അർത്ഥം അള്ളാഹുവിന് തുല്യരായ ആരുമില്ല, അള്ളാഹുവിന് പങ്കുകാരായ ആരും ഇല്ല എന്നാണ്. ചില ഹദീസുകളിൽ കാണാം ഇന്നല്ലാഹ വിത്റുൻ, അള്ളാഹു വിത്റാണ്, ഒറ്റയാണ്, ഏകനായവനാണ്. യുഹിബുൽ വിത്ര, വിത്തറിനെ അള്ളാഹുവിന് ഇഷ്ടവുമാണ്. നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഇബാദത്തുകളുടെ രൂപങ്ങൾ നാം എടുത്തു പരിശോധിക്കുമ്പോൾ അതിലൊക്കെ ഒറ്റയാവുക എന്നതിനെ അള്ളാഹു തിരഞ്ഞെടുത്തത് നമുക്ക് കാണാൻ കഴിയും. 5 വഖത്ത് നിസ്കാരങ്ങൾ, അതിനെ അള്ളാഹു 4 ആക്കിയില്ല, അതല്ലെങ്കിൽ 6 വക്താക്കിയില്ല. 5 എന്നത് ഒറ്റയാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ കഅബയിൽ ചെല്ലുന്ന സമയത്ത് തവാഫ് അത് 7 പ്രാവശ്യമാണ്. സഅയ് 7 പ്രാവശ്യമാണ്. ജംറകളിലേക്ക് എറിയൽ 7 പ്രാവശ്യമാണ്. ഇതൊക്കെ ഒറ്റയായ സംഖ്യകളാണ്. അതുപോലെ തന്നെ ആകാശങ്ങൾ 7ആണ്, ഭൂമി 7ആണ്, ആഴ്ചകളിലുള്ള ദിവസങ്ങൾ 7ആണ്, ഫാത്തിഹയിലെ ആയത്തുകൾ 7ആണ്, നിസ്കാരത്തിലെ പ്രവർത്തനങ്ങൾ 7ആണ്. ഇതിലൊക്കെ 7 എന്ന ഒറ്റയായ സംഖ്യ ആണ് ഉള്ളത്. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ തൊട്ട് പിറകിലായി വരുന്ന അയ്യാമു തശ്രീഖ് എന്ന മഹത്വമേറിയ ദിവസങ്ങൾ അത് 3ആണ്. ഏറ്റവും ഉന്നതരായ സൃഷ്ടികൾ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്ന സ്വഹാബുൽ അബാ റളിയല്ലാഹു അൻഹും അത് 5ആണ്. ഇങ്ങനെ വളരെ ബഹുമാനം ഉള്ള ഇബാദത്തുകളും ദിവസങ്ങളും വ്യക്തികളും ഇതൊക്കെ ഒറ്റയായിട്ട് നമുക്ക് കാണാൻ കഴിയും.
അള്ളാഹുവിന് വിത്ർ ഒറ്റയാകുക എന്നത് വലിയ ഇഷ്ടമാണ്. എന്തിനാണ് ഈ ഇബാദത്തുകളെ ഇങ്ങനെ ഒറ്റയായ രൂപത്തിലാക്കിയത്? മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, ഏത് ഇബാദത്തുകൾ ചെയ്യുമ്പോഴും ആദരിക്കപ്പെടേണ്ട വസ്തുക്കളെ ആദരിക്കുമ്പോഴുമൊക്കെ അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത്, അള്ളാഹു ഏകനാണ് എന്ന ആ ഒരു ബോധതലം അവനിൽ നിലകൊള്ളാൻ വേണ്ടിയാണ്. വിത്ർ എന്നതുകൊണ്ട് ചിലപ്പോൾ തൗഹീദ് എന്നും ഉദ്ദേശിക്കപ്പെടാറുണ്ട്. അപ്പോൾ അല്ലാഹു തആല വിത്റാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലാഹു ദാത്തിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏകനാണ്. അല്ലാഹുവിനെ ഏകനാക്കപ്പെടലിനെ, വിത്റിനെ എന്ന് പറഞ്ഞാൽ ഏകനാക്കപ്പെടലിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഉലൂഹിയത്ത് കൊണ്ട്, ഇലാഹാവുക എന്നതുകൊണ്ട് അല്ലാഹു തനിക്കലിനെ, വിശ്വസിക്കപ്പെടലിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന അർത്ഥമാണ് അതിന് ഉണ്ടാവുക. തൻ്റെ സൃഷ്ടാവായ അല്ലാഹു വാഹിദാണ്, അവനാണ് ഏകനായവൻ എന്ന ഒരു ബോധത്തിലേക്കൊരാൾ എത്തിയാൽ അവൻ്റെ ഹൃദയത്തെ ആ ഏകനായ അല്ലാഹുവിന് വേണ്ടി അവൻ തനിപ്പിക്കുന്നു. എന്നിട്ട് ആ അല്ലാഹുവിനെ കൊണ്ട് അവൻ വാഹിദായ രൂപത്തിൽ ആയി മാറുകയും ചെയ്യും എന്നാണ്. ഈ മഹത്തായ ഇസ്മു കൊണ്ട് ബന്ധം പുലർത്തൽ മഹാന്മാർ പഠിപ്പിച്ചു. രണ്ട് ലോകത്തും അല്ലാഹുവിനെയല്ലാതെ നീ കാണാതിരിക്കലാണ്. വാഹിദായ അല്ലാഹുവിനെ മാത്രം കാണുക. ചില മഹത്തുക്കൾ പറയുന്നത് കാണാം, നമ്മോടൊക്കെ എപ്പോഴും ദുആ ചെയ്യണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട ഒരു ദുആയാണ് റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ. ദുനിയാവിൽ ഒരു ഹസനത്തിന് ഞങ്ങൾക്ക് നീ തരണം, ആഖിറത്തിൽ ഒരു ഹസനത്തിന് ഞങ്ങൾക്ക് നീ തരണം. ഈ ദുആയിന് പല രൂപങ്ങളിലുള്ള അർത്ഥതലങ്ങളുണ്ട്. എങ്കിലും അതിൽപ്പെട്ട ഒരു അർത്ഥമാണ് ഞാൻ പറയുന്നത്. ഒരു ഹസനത്തിനെ ദുനിയാവിലും ഒരു ഹസനത്തിനെ ആഖിറത്തിലും. അത് വലിയതായിരിക്കുന്ന ഹസനത്താകണം. ഏതാണ് ആ ഹസനത്ത്? ദുനിയാവിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഹസനത്ത് അൽ മഅരിഫത്തു ബില്ലാഹി, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് കൊണ്ടും മറ്റുള്ള എല്ലാ സമ്പൂർണതകളെ കൊണ്ടുമൊക്കെ അറിയൽ. ആഖിറത്തിലുള്ള ഹസനത്ത് എന്ന് പറഞ്ഞാൽ അർ-റുഅ്യത്തു ലില്ലാഹി, ഏകനായ അള്ളാഹുവിനെ കാണൽ. അതാണ് മഹത്തുക്കൾ പറഞ്ഞത്, ഈ വാഹിദ് എന്ന ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുന്ന ആളുകളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് അവർക്ക് രണ്ട് ലോകത്തും അള്ളാഹുവിനെ അല്ലാതെ അവർ കാണുകയില്ല എന്നത്. ഈ മഹത്തായ വാഹിദ് എന്ന ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കൽ മഹത്തുക്കൾ പഠിപ്പിച്ചു. നിന്റെ ആയുസ്സിൽ നീ ഏകനായി മാറുക. എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ മറ്റുള്ളവരെ പ്രതീക്ഷിച്ച് നിൽക്കാതെ നീ ഏകനായ നിലക്ക് തന്നെ നന്മകൾ ചെയ്യുന്നവനാവുക. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നവനാവുക. ഇത്യാദി കാര്യങ്ങളാണ് ഈ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ. ഈ മഹത്തായ ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്ന സമയത്ത് മനുഷ്യരിൽ തൗഹീദിൻ്റെ പരിപൂർണത ഉണ്ടാകും എന്നാണ്. കാരണം എല്ലാ നിലക്കുള്ള ഇബാദത്ത് കൊണ്ടും എല്ലാ നിലക്കുള്ള ആദരവും സ്നേഹവും കൊണ്ടും അവൻ അള്ളാഹുവിനെ തനിപ്പിക്കുന്നു. ശിർക്കിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് അവൻ്റെ ഹൃദയം പോകുന്നില്ല. എല്ലാ സ്നേഹവും ആദരവും ബഹുമാനവും ആരാധനകളും എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കുന്നു.
അതുപോലെ തന്നെ അവൻ്റെ ഹൃദയം എപ്പോഴും അവൻ്റെ സൃഷ്ടാവുമായി ബന്ധം പുലർത്തുന്നു. അവന് ഏത് സമയത്തും സൃഷ്ടാവിലേക്ക് മുന്നിടുന്ന ആ ഒരവസ്ഥ ഉണ്ടാകുന്നു. ഒരുപാട് ഇലാഹുകളുണ്ട് എങ്കിൽ തീർച്ചയായും ഓരോ അടിമകളുടെ ഹൃദയങ്ങളും പല ഭാഗങ്ങളിലേക്ക് നേരിടേണ്ടി വരും. ഏകനായ അള്ളാഹു ആയതുകൊണ്ട് തന്നെ അവൻ്റെ ഹൃദയം അള്ളാഹുവിന് മാത്രം സമർപ്പിക്കാൻ അവന് സാധിക്കുന്നു. എണ്ണമായ ഭാഗങ്ങളിലേക്ക് അവന് മുന്നിടേണ്ടതായി വരുന്നില്ല. അതുപോലെ തന്നെ അല്ലാഹു തആല നിയമങ്ങളാക്കിയ നിയമങ്ങൾ അവൾ സന്തോഷത്തോടുകൂടെ ഏറ്റെടുത്ത് നിറവേറ്റുന്നു. അതുപോലെ അവൻ്റെ വാക്കുകളും അവൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ വിത്തറായി, ഒറ്റകളായി, ഒറ്റ സംഖ്യകളായി സംഭവിപ്പിക്കാൻ അവന് അത്യാഗ്രഹം ഉണ്ടാകുന്നു. നമുക്കറിയാം, പല ദിക്റുകളും ഹദീസുകളിൽ വാരിദായിട്ടുള്ളത്, വന്നിട്ടുള്ളത് ഒറ്റയായ എണ്ണങ്ങളിലാണ്. നിസ്കാരത്തിലെ ഓരോ ഫർളുകളിലും നമ്മൾ ചൊല്ലുന്ന പല ദിക്റുകളും, റുക്കൂയിൽ ചൊല്ലുന്ന തസ്ബീഹ്, സുജൂദിൽ ചൊല്ലുന്ന തസ്ബീഹ്, അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ചൊല്ലുന്ന ഇസ്തിഗ്ഫാർ, അതുപോലെ സുബ്ഹാനല്ലാഹ് എന്ന വചനവും അൽഹംദുലില്ലാഹ് എന്ന വചനവും അല്ലാഹു അക്ബർ എന്ന വചനവുമൊക്കെ നമ്മൾ ഒറ്റയായ എണ്ണങ്ങളിലാണ് ചൊല്ലാറുള്ളത്. അങ്ങനെ ചൊല്ലാനാണ് നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏതൊരു പ്രവർത്തനങ്ങളും വാക്കുകളും ഒറ്റയായി സംഭവിപ്പിക്കാൻ അത്യാഗ്രഹം നമ്മളിൽ ഉണ്ടാകും. അതുപോലെ അള്ളാഹുവിൻ്റെ സർവ്വ സൃഷ്ടികളിലും വലിയ അത്ഭുതം നമുക്ക് ബോധ്യമാകും. അള്ളാഹു വാഹിദാണ്, അഹദാണ്. പക്ഷേ അള്ളാഹു സൃഷ്ടിച്ച സർവ്വ സൃഷ്ടികളും ഇരട്ടകളാണ്. എല്ലാത്തിനും സൗജിയത്ത് എന്ന ആ ഒരവസ്ഥ ഉണ്ട്. എല്ലാത്തിനും ഇണകളുണ്ട്. നമുക്ക് അറിയുന്ന വസ്തുക്കൾക്കും നമുക്ക് അറിയാത്ത വസ്തുക്കൾക്കും എല്ലാം അല്ലാഹു തആല ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇണകളിലൂടെയല്ലാതെ പ്രകൃതിയിലുള്ള ഒരു വസ്തുവിനും നിലനിൽപ്പില്ല എന്ന ഒരു തലത്തിലേക്ക് അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അല്ലാഹു ആണെങ്കിലോ ഒരു ഇണയുമില്ലാത്ത ഏകനാണ്, വാഹിദാണ്, അഹദാണ്. ഇത്തരം ബോധ്യങ്ങളിലേക്ക് ഈ ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ നമുക്ക് എത്താൻ കഴിയും. ഇനി ഈ ഇസ്മിൻ്റെ പ്രത്യേകതകളായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്, ഇതിൻ്റെ അബ്ജദീയത്ത് പ്രകാരമോ ധാരാളമായോ ചൊല്ലിയാൽ സൃഷ്ടികൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു പോകും. നമുക്കൊക്കെ ഉള്ള വലിയ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ശിക്ഷ എന്നൊക്കെ പറയാം. നമ്മളുടെ ഹൃദയങ്ങളിൽ സൃഷ്ടികൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം, സമ്പത്തിനോടുള്ള ആർത്തി, സ്ഥാനമാനങ്ങളോടുള്ള അത്യാഗ്രഹം, അതുപോലെ തന്നെ നാം സ്നേഹിക്കുന്ന വ്യക്തികൾ, നാം സ്നേഹിക്കുന്ന വസ്തുക്കൾ, ഇതൊക്കെ നമ്മളുടെ ഖൽബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഖൽബിൽ വരുന്നില്ല. ആ ഒരു രൂപത്തിൽ അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് സർവ സൃഷ്ടികളും പുറത്തു പോകാൻ വാഹിദ് എന്ന ഇസ്മിനെ ധാരാളമായി ചൊല്ലിയാൽ സാധിക്കുമെന്നാണ്. ഓരോ ദിവസവും വുളുവോടുകൂടെ 1000 തവണ ചൊല്ലാൻ മഹത്തുക്കൾ നിർദ്ദേശിക്കാറുണ്ട്. സൃഷ്ടികൾ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടികളോടുള്ള ഭയപ്പാട് നമ്മിൽ ഉണ്ടാവുകയില്ല. സൃഷ്ടികളോടുള്ള ഭയപ്പാടാണല്ലോ ദുനിയാവിലുള്ള സർവ പ്രയാസങ്ങളുടെയും അടിത്തറ. ദുനിയാവിൽ എന്ത് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വന്നാലും അതൊക്കെ സൃഷ്ടികളോടുള്ള ഭയപ്പാടാണ്. ആഖിറത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സൃഷ്ടികളോടുള്ള ആ ഒരു പേടി നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയാകും.
മഹാന്മാർ പറഞ്ഞു, യാ വാഹിദുൽ ബാഖി അവ്വലു കുല്ലി ഷൈഇൻ വ ആഖിറുഹു എന്ന മഹത്തായ ദിക്ർ ധാരാളമായി ചൊല്ലിയാൽ തീർച്ചയായും നിന്നിലുണ്ടാകുന്ന മലിനമായ വൃത്തികേടായ ചിന്തകൾ ഇല്ലാതെയാകും. നിന്റെ ഹമ്മുകൾ, ടെൻഷനുകൾ ഇല്ലാതെയാകും. നിന്റെ മേൽ അധികാരമുള്ള ഭരണാധികാരികളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളെ തൊട്ട് നിനക്ക് നിർഭയത്വം ഉണ്ടാകും. നിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ നിന്റെ മിത്രങ്ങളായി മാറും. ഈ യാ വാഹിദുൽ ബാഖി അവ്വലു കുല്ലി ഷൈഇൻ വ ആഖിറു എന്ന ദിക്റിനെ പതിവാക്കിയാൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ.